രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം നുഴഞ്ഞുകയറ്റം. അമിട്ടണ്ണൻ ഡൽഹിയിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം നുഴഞ്ഞുകയറ്റമാണെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിട്ടണ്ണൻ. ആഭ്യന്തരമന്ത്രിയാണ് ഇത് പറയണേന്ന് ഓർത്തോണം. ഗുഡ്. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ 24.6% വർദ്ധിച്ചു. ശുഭാ. എന്നാൽ ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞു. പ്രശ്നം പ്രത്യുൽപാദന നിരക്കല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് ഇതിന് കാരണമെന്ന് അമിത്ഷാ പറഞ്ഞു. അല്ലളിയാ, അതിൻ്റെ ഇടയ്ക്ക് ആ പ്രത്യുൽപാദന നിരക്ക് എന്നുള്ളത് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ എന്തിനാ? സത്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? പോട്ടെ. മറിച്ച് നുഴഞ്ഞുകയറ്റമാണെന്ന് കാരണമെന്ന് അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ ദൈനിക് ജാഗരൺ സംഘടിപ്പിച്ച നുഴഞ്ഞുകയറ്റം, ജനസംഖ്യാപരമായ മാറ്റം, ജനാധിപത്യം നിങ്ങൾ ചർച്ച ചെയ്യും. അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല. കൂട്ടിയാൽ കൂടുന്ന സാധനം എടുത്താൽ പോകാത്ത സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് ചർച്ച ചെയ്യണോ? എൻ്റെ പൊന്നമിട്ടു. എന്തുവാ ജനസംഖ്യാപരമായ മാറ്റം, ജനാധിപത്യം എന്ന വിഷയങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ സംസാരിക്കാൻ പറ്റിയ ഡാപ്പിക്കല്ലയോ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാൻ അമിട്ടണ്ണൻ. നല്ല സെലക്ഷൻ, സൂപ്പർ. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുന്നു ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും. ശരിയാ, ഭരണഘടനയ്ക്ക് ആത്മാവൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ തൂങ്ങി ചത്തുകയാണ്. വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അത് നല്ല കാര്യം. നമ്മൾ രാജ്യത്തെ പൗരന്മാരാണ്, നമ്മളെയും കൂടെ അംഗീകരിക്കണേ കേട്ടോ. നാളെ പിറ്റേ നിന്നുകൊണ്ട് നമ്മൾ ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാരല്ലെന്ന് പറയല്ലേ. CAA ഒക്കെ കൊണ്ടുവന്നിട്ട് നിൽക്കുകയാണ്. എന്തോ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഹിന്ദു ജനസംഖ്യയിലുണ്ടായ കുറവ് മതപരിവർത്തനം മൂലമല്ല. അതെന്ത്? അവിടെ നിന്നുള്ളവരിൽ പലരും ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അങ്ങനെ ഇതുമൂലം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയിലെ വർധനയ്ക്ക് കാരണമാവുകയും ചെയ്തു. പോയിന്റ് കറക്റ്റ് കണ്ടുപിടിച്ച്. ഈ കണ്ടുപിടുത്തം കൂടെ ഇല്ലായിരുന്നെങ്കിൽ അമിട്ടണം ഒന്നുമല്ലായിരുന്നു പില്ലി. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഇരുവശത്തും രൂപപ്പെട്ടു. അത് ശരിയാണ്, കറക്റ്റാണ്. ചരിത്രമൊക്കെ പഠിച്ചേക്കുന്നത് കേട്ടോ പുള്ളി. പിന്നീട് അത് ബംഗ്ലാദേശും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. അപ്പം മനസ്സിലായി. അപ്പം അത് സിസ്റ്റർഹുഡ് ബ്രദർഹുഡ് ആണെന്ന് പിടികിട്ടി. നല്ല കാര്യം. ഇരുവശത്തു നിന്നുമുള്ള നുഴഞ്ഞുകയറ്റമാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇത്രയും വലിയ മാറ്റത്തിന് കാരണമായതെന്ന് അമിത്ഷാ പറഞ്ഞു. എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു. ഞാനകത്ത് ഒരു അഭിപ്രായം പറയില്ല. 1951 മുതൽ 2011 വരെയുള്ള സെൻസസിൽ ജനസംഖ്യാ വളർച്ചയിലെ അസമത്വം പ്രധാനമായും നുഴഞ്ഞുകയറ്റം മൂലമാണ്. നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാനും അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്താൻ ശ്രമിക്കും. വോട്ടവകാശം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ നൽകാവൂ എന്ന് അമിത്ഷായും പറഞ്ഞു. അപ്പൊ CAA ആരുടെയും പൗരത്വം കവർന്നെടുക്കുന്നതിന് വേണ്ടിയല്ല. നല്ല കാര്യം, സമാധാനമായി. നീ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു, വേറെ ആരും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. പൗരത്വം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണത്. നല്ല കാര്യം. ചില രാഷ്ട്രീയ പാർട്ടികൾ നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തിന് ഭീഷണിയായി കാണുന്നില്ല, അവർ അതിനെ വോട്ട് ബാങ്കായി കാണുന്നുവെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ഭരണഘടന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കുന്നു. വോട്ടറുടെ നിർവചനം അനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അമിത് ഷാ പറഞ്ഞു. എൻ്റെ പൊന്നെണ്ണ, അപ്പൊ നിങ്ങൾ കട്ട വോട്ടൊക്കെ എവിടുന്ന് വന്നെണ്ണ? നുഴഞ്ഞുകയറ്റക്കാരല്ലയോ? അത് പിന്നെ ആരായിരുന്നു? 800 പേര് ഒരു വീട്ടിൽ താമസിച്ച സംഭവമൊക്കെ രാഹുൽ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ ചുമ്മാ പറയണായിരിക്കും അല്ലേ? അങ്ങേര് ഭയങ്കര കള്ളനാണ്, മൊത്തത്തിൽ കള്ള അല്ലേ? നിങ്ങൾ മാത്രം ഒരു സത്യവാനാണ്. വിശ്വസിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇത്തരം തള്ളി മറിച്ച് രാജ്യം ഏത് മൂലയെ വന്ന് നിൽക്കണം എന്നറിയാം. അല്ലെണ്ണ ഒരു സംശയം ചോദിക്കുകയാണ്. രാജ്യത്ത് മുസ്ലിങ്ങൾ വർദ്ധിച്ച എന്താ കുഴപ്പം? മുസ്ലിങ്ങൾ രാജ്യത്തെ പൗരന്മാരല്ല എന്നുണ്ടോ? അതെന്താ? അവര് ഏലിയൻസ് കാണോ? ഈ രാജ്യം മൊപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ബ്രദർലി ഹുഡായിരുന്നല്ലോ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെയാണല്ലോ. അവിടെയുള്ളത് മുസ്ലിംസ് ആയിരുന്നല്ലോ. അവരും നമ്മളും ഒക്കെ ചേർന്നിട്ടല്ലേ ഈ സ്വാതന്ത്ര്യം എന്നൊരു സാധനം കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഇത് 800ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. പിന്നെ യുണൈറ്റഡ് ആക്കി ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ചു. അതിനെ നമ്മൾ രക്ഷിച്ച് സ്വാതന്ത്ര്യം നേടി നമ്മളെടുത്തു. കുറച്ച് ഭാഷ അവരെടുത്തുകൊണ്ട് പോയി, കുറച്ച് ഭാഷ ഇവരെടുത്തുകൊണ്ട് പോയി, പിച്ച് പറക്കി എല്ലാവരും പറക്കിക്കൊണ്ട് നമുക്ക് ബാക്കി കിട്ടി ഇന്ത്യയെ വെച്ച് നമ്മൾ നിൽക്കുന്നു. അല്ലാണ്ട് ഇതിനകത്ത് നമ്മളെങ്ങനെയാണ് ശത്രുക്കളായത്? നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്. മനസ്സിലാവില്ല. ഈ അനക്കിത് പിടികിട്ടൂനേ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടടാ, വോയിസിനകത്ത് ഇംഗ്ലീഷ് അടിച്ചാൽ മതി. ഞാൻ പറയണത് ഇംഗ്ലീഷായിട്ട് നിനക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ എനിക്ക് ഹിന്ദി മേമി പത്താവുമെങ്കിൽ. എനിവേ, ഇവന്മാർ നിരന്തരം ഇരുന്നു കൊണ്ട് ഇങ്ങനെ കസർത്ത് കീറി വിടുന്നത് കേട്ടിട്ട് തലയാട്ടി ചിരിക്കുന്ന മന്ദബുദ്ധികളെ ഒന്ന് ഓർത്തുകൊള്ളുക.
ചതിയാണ് ഈ ചെയ്യുന്നത് മുഴുക. വോട്ടിനെ പറ്റി കൃത്യമായ ഒരു വിവരണം രാഹുൽ പറഞ്ഞിട്ട് ഒരു ഈച്ച കുഞ്ഞു പോലും അതിനെ എതിർക്കാനില്ല. പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷം പോലും ഇല്ല ഒരു സ്ട്രോങ് ആയിട്ട്. അതിൻ്റെ അഹങ്കാരം ഞെകളിപ്പുമാണ് ഈ കിടന്ന് കാണിക്കുന്നത് മുഴുക. നുഴഞ്ഞു കയറ്റുകാരാണ്. എടാ വല്ല കടുക്ക കഷായമൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടു, അതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങൾ വല്ല ബൂസ്റ്റും വാങ്ങിച്ച് തിന്ന് അത്യാവശ്യം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വർക്കൗട്ട് ചെയ്താൽ മതി മനുഷ്യ. അതെങ്ങനെയാണ്? കല്യാണവും കഴിക്കില്ല, കല്യാണം കഴിച്ച് പെണ്ണുമ്പളെ വീട്ടിൽ കളഞ്ഞിട്ട് നടക്കുന്ന ഒരാൾ, അങ്ങേര് കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങേര്. നിങ്ങൾ ഈ സ്വയം രക്ഷാ സേവക് സംഘ ഈ ഇടയ്ക്ക് ഒരുത്തം മരിച്ചില്ലേ, അവിടെ നടക്കുന്ന ആ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഈ പള്ളികളിലേക്ക് നോക്കിയിട്ട് അവിടെ കുന്തൻ വർക്ക് ഉണ്ടോ എന്ന് നോക്കാതെ RSS ശാഖയിൽ നടക്കുന്ന കുന്തൻ വർക്ക് ആദ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ വരും പെണ്ണുങ്ങളിലേക്ക്. ആ അട്രാക്ഷൻ്റെ ബേസിൽ കുട്ടികളുണ്ടാകും. പ്രത്യുൽപാദന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പരിപാടി നോക്കില്ല. ബൂസ്റ്റ ഹോളിസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വല്ലതൊക്കെ നോക്കുന്നതിന് പകരം അത്യാവശ്യം നല്ലതൊക്കെ കഴിച്ച് പെണ്ണുങ്ങളുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നിടത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഫണ്ട് അവരെ കൊണ്ട് സംഘടിപ്പിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഗ്രേറ്റ് തിങ് ആണ്. സാമ്പത്തികമായി അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ യൂണിറ്റിയാണ്. ആ യൂണിറ്റി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം വല്ലയിടത്തും പോയി ലിംഗം തപ്പാതെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പണി നിർദ്ദേശിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. 80% 12% നോക്കി പേടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. 56 ഇഞ്ച് നെഞ്ചിൻ്റെ നെഞ്ചളവ്. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇല്ല ചെയ്തില്ലേലും ഒന്നുമില്ല, ഇത് പറയണമെന്ന് തോന്നി. പീലി വെറ്റളെ കൊണ്ടുള്ള ശല്യം.